ഹലോ, മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് 13 വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മോബ് സ്പോൺ ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തു. ലൈറ്റ് ഒക്കെ കുത്തി, പിന്നെ ഈ കേവിൽ ഞാൻ ലൈറ്റ് ചെയ്തു. പിന്നെ എൻ്റെ വീടിൻ്റെ പണിയും ഞാൻ തീർത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഔട്ട്പുട്ട്. ഞാൻ കുറച്ച് നാളെ ഡ്രാഗണെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ വേൾഡിൻ്റെ ഡൗൺലോഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് കയറി കളിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ ഞാൻ ചെയ്ത ചെറിയൊരു ഷെയ്ഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു സ്കൈ ഷെയ്ഡറാണ്. അത് കാരണം നമുക്ക് ചെറിയൊരു ഫീല് മാത്രമേ കിട്ടത്തുള്ളൂ. സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ചെയ്തതാ ഈ സാധനം എന്താണെന്ന് നിനക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് നമ്മുടെ നമുക്ക് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫാക്ടറീസ് ഏകദേശം അത് മുഴുവൻ ഞാൻ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാക്കുക. കാരണം എനിക്ക് പിന്നെ ഞാൻ ആ പുഴ സൈഡിൽ എനിക്കൊരു ഇതും ഉണ്ടാക്കണം, ട്രേഡിങ് ഹാള്. അതൊരു കപ്പലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് സ്റ്റോൺ ബ്രിക്സ് എടുത്തുകൊണ്ട് വരാം. നമുക്ക് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം നമ്മുടെ. പിന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. ഇവിടെ എൻ്റെ കയ്യിൽ വൂളുണ്ടോ? വൂള് ഉണ്ടോ? ഇല്ല. ആടിനെ പോയി തട്ടണം. അല്ല, ഷിയേഴ്സ് ഉണ്ടായിട്ടില്ല. പിന്നെന്താ ആടിനെ തട്ടുണ്ടാവുന്നത്? ഞാൻ എപ്പോഴും ഒരു ബെഡ് കണ്ടോ നടക്കണം. കാരണം എനിക്ക് രാത്രിയാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓടി വരണം. എനിക്ക് ആടെന്തിയെ അത് കോഴിയാ. ആട് എൻ്റെ ഫാം ലാൻഡിനകത്തുണ്ട്. അത് എൻ്റെ ഫാക്ടറി ഐലൻഡിനകത്തുണ്ടാവും. അല്ല, ഓക്കേ. ആടുമച്ചന്മാരെ, ഇവിടെ ആമാരില്ല. അത് ഞാൻ ടോർച്ച് പൊട്ടിച്ചു കളഞ്ഞത്. ആവശ്യമില്ലാത്തപ്പോൾ ആടുകൾ ഇഷ്ടം പോലെ ഇരുവിടയിലൊക്കെ തെണ്ടി കിടപ്പുണ്ടാവും. അത് പിന്നെ അതിനുള്ള ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്ക്രൂസ് ഞാൻ ആ വില്ലേജിൻ്റെ അവിടുന്ന് ഒരു സ്ക്രൂസിന് സാപ്ലിങ് എടുത്തോണ്ട് വരും. വന്ന് 4 നട്ടു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വളരും. ആ സമയം കൊണ്ട് ഞാൻ അവിടെ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരാടിനെയും കാണുന്നില്ലല്ലോ. പശു ഇഷ്ടം പോലെ. നേരത്തെ ഞാനൊരു കറുത്ത ആടിനെ കണ്ടായിരുന്നു. അതോടെ പോയി. വീടിനുള്ളിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ ബോട്ടും എടുത്ത് അവിടം വരെ പോയിട്ട് വരാം. എന്നാണ് എൻ്റെ ബോട്ട് കിടക്കുന്നത്.
കേറ്. എല്ലാം ഡീസ്പോളായിട്ട് പുതിയവന്മാർ വന്നിട്ടുണ്ടാവും. ഓ, ഞാൻ പറഞ്ഞില്ലേ. ഹിയർ ഹിയർ കട്ട് ചെയ്ത് അപ്പൊ എനിക്ക് എത്ര ഗോളായി? 5 വൈറ്റ് ബോള് കിട്ടി. ഇനി എന്നാ വേണം? ഫുഡും ആവശ്യത്തിന് എൻ്റെ ഉണ്ട്. ഇനി നമുക്ക് ബെഡ് എടുത്ത് ഇവിടെ വച്ചേക്കാം, നമ്മുടെ ഷിയേഴ്സിന്റെ സ്ഥാനത്ത്. ഓടാ, എനിക്ക് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയ പോരായിരുന്നു. നമുക്ക് ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഓഫ് ക്യാമറയിൽ അത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്യും. അല്ല, അവിടെ ഫുള്ള് ഈ ഫാക്ടറി സ്ഥലത്ത് മുഴുവൻ ഞാൻ ഈ ബ്രിക്ക് വെക്കുന്നതാണ്. ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ടാണ് ചെയ്യുക. പിന്നെ ഞാൻ അയൺ ഫാർം ഉണ്ടാക്കും. നമുക്ക് ഇപ്പോഴേ ചെയ്യാം. ഞാൻ കുറച്ചവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതാ വരുന്നു. കുറെ ടോർച്ച് ഉണ്ടായിരുന്നു.
നമ്മൾ എൻ്റെ ഇവിടെ സ്കിൽ ടച്ച് ഉള്ള അതാ ഈ അയൺ പിക്കാസ് വെച്ചാണ് കുറേ സ്റ്റോൺസ് മൈൻ ചെയ്തത്. എന്നിട്ടത് ക്രാഫ്റ്റിംഗ് വെച്ച് ബ്രിക്കാക്കി. അങ്ങനെയാണ് ഞാൻ ബ്രിക്കൊക്കെ ഉണ്ടാക്കിയത്. ഇത് ബ്രിക്ക് തന്നെയല്ലേ? അത് തന്നെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2 സ്റ്റാക്ക് വെച്ചപ്പോഴേക്കും ഇത്രേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോ പാർട്ട് 14 കാണാം. ടാറ്റാ, ബൈ ബൈ.